ഇന്ന് നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനായി ചിക്കനിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു നാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. 30 മിനിറ്റിന് ശേഷം പാൻ അടുപ്പിൽ വെച്ച് ചൂടായാൽ ഓയിൽ ഒഴിച്ച് ചിക്കൻ ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്ത് മാറ്റാം. ഇനി പാനിൽ നിന്ന് ഓയിൽ മാറ്റി 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്ത് ഇതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് വഴറ്റാം. സവാള വഴറ്റി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് കട്ട് ചെയ്തതും, 3-4 ചുവന്നുള്ളി ചതച്ചതും, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റാം. 2 തക്കാളി ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് വഴറ്റാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് വഴറ്റാം. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടച്ചു വെച്ച് നല്ലതുപോലെ തിളച്ച് വന്നാൽ തുറന്ന് ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയായ ക്രീമി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.